നമുക്കിപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോയാൽ എറണാകുളം കോതമംഗലത്ത് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സഹപാഠികൾ പൈങ്ങോട്ടൂരിൽ ഈ മാസം 14 നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പോലീസ് വിളിച്ചു വരുത്തിയെങ്കിലും കേസ് എടുത്തിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. സൈഫുനിസ അലിയാർ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സൈഫു, ഈ കുട്ടിയെ മർദ്ദിക്കുന്നതും പിന്നീട് ആ കുട്ടി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതും ഒക്കെയും ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇതിപ്പോ ഈ എന്താണ് പ്രകോപന കാരണം? എന്താണ്? ചെറിയ പിള്ളേരാണ്, സ്കൂൾ കുട്ടികളാണ്. ഇതിപ്പം ഇതിൽ എന്തെങ്കിലും നടപടിക്ക് മുതിർന്നിട്ടുണ്ടോ? രക്ഷിതാക്കൾ എന്താ പറയുന്നേ? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പൈങ്ങോട്ടൂർ, അതായത് പോത്താനിക്കാടിന് സമീപം പൈങ്ങോട്ടൂരാണ് ഈ സ്കൂളുള്ളത്. ഈ സ്കൂളിനകത്ത് വെച്ച് തന്നെയാണ് ഈ സഹപാഠികൾ ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത്. ആദ്യം ഇവർ തമ്മിൽ സംസാരിക്കുന്നതും പിന്നീട് ഈ മറ്റൊരു കുട്ടി ഡെസ്കിന് മുകളിൽ കയറി നിന്ന് ഈ കുട്ടിയുടെ തലയ്ക്ക് അടിക്കുന്നതും പിന്നീട് സംഘം ചേർന്ന് ഈ കുട്ടിയെ മർദ്ദിക്കുന്നതുമാണ്. പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല എങ്കിൽ പോലും ഈ സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോത്താനിക്കാട് പോലീസ് സ്ഥലത്തെത്തുകയും അതിനുശേഷം കുട്ടികളുടെ രക്ഷിതാക്കളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇതിൽ കേസ് ഒന്നും എടുത്തിട്ടില്ല. നോട്ടീസ് അയച്ച് കുട്ടികളുടെ ഭാഗം കേട്ട ശേഷം ഇതിൽ തീരുമാനം എടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും സ്കൂൾ അധികൃതർ കൃത്യമായി പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു ദൃശ്യം കൂടിയാണ്. സഹപാഠിയെയാണ് ഈ വിദ്യാർത്ഥികൾ കൂട്ടമായി ആക്രമിക്കുന്നത്. ശരി, ഓക്കെ. സൈഫുനിസയാണ് വിവരങ്ങൾ നൽകിയത്.